കൊണ്ടോട്ടി MLAക്ക് ആ പ്രദേശത്തെ ഒരു കൂട്ടം കുട്ടികൾ ഒരു കത്ത് എഴുതുകയുണ്ടായി. അതായത് സ്കൂളിലേക്ക് പോകുന്ന റോഡ് മോശമാണ്, ഇത് നന്നാക്കി തരണം എന്നുള്ളതായിരുന്നു കുട്ടികളുടെ ആവശ്യം. അത് മാതൃഭൂമി ന്യൂസിലൂടെ കണ്ട MLA ആ പ്രശ്നത്തിന് നിവൃത്തി വരുത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. പ്രിയപ്പെട്ട MLA, നമ്മൾ റോഡ് വണ്ടികൾ പോവാൻ കഴിയില്ല, സ്കൂളിൽ പോകാനൊന്നും കഴിയില്ല, റോഡ് ചളിയായിട്ട് ഡ്രസ്സിലൊക്കെ ചെളി തെറിച്ചിട്ട് ഞങ്ങൾക്ക് അത് കഴുകി വൃത്തിയാക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ റോഡ് വേഗം ഒന്ന് നന്നാക്കി തരണം. റോഡ് ഇത്രയും കാലമായിട്ട് ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നതോടുകൂടി മഴയും പെയ്തു, കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അനുകൂലമായി തീർച്ചയായിട്ടും അത് പരിഗണിക്കും, അതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ റോഡിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായി. കുട്ടികളിലൂടെ തന്നെയാണിത് പരിഹരിക്കപ്പെട്ടത്. എൻ്റെ നന്ദി. അതിലും ഇത് കവർ ചെയ്ത മാതൃഭൂമി ന്യൂസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. TV ഇബ്രാഹിം MLA ഇത് കണ്ടു, അതിനൊരു പരിഹാരവും ഉണ്ടായി. അവിടെ റോഡ് നന്നാക്കി എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെറിയ ഒരു കാര്യമാണ് അത് വാർത്തയായി കൊണ്ടുവരുന്നു. ആ ഒരു ചെറിയ പ്രദേശത്ത് ഇത്രയും അല്ലെങ്കിൽ കുട്ടികളുടെ ആവശ്യമായി വന്ന ഒരു കാര്യമാണ്. അതിൽ മാതൃഭൂമി ന്യൂസിന് വളരെ സന്തോഷമുള്ളൊരു കാര്യം. അതെ, അരുൺ അമൃതനാഥാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അരുൺ, എന്തായാലും MLAയെ സംബന്ധിച്ച് ഈ വാർത്ത കണ്ട് ഇതിൽ ഇടപെടണമെന്ന് തോന്നി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഓർമ്മകൾ അരുണൊന്ന് പങ്കുവയ്ക്കാമോ? അഭിലാഷ്, രാജീവ്, 2024 എന്ന് പറയുമ്പോൾ ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു വർഷമാണ്. വയനാട് ദുരന്തത്തിൻ്റെ കറുത്ത ഓർമ്മകൾ അതെപ്പോഴും അലട്ടുന്നുമുണ്ട്. അതിനിടയിൽ നല്ലൊരു സന്തോഷമുണ്ടായ ഒരു മുഹൂർത്തമായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ വാർത്ത എന്ന് പറയുന്നത്. കുട്ടികളുടെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം അവിടെ ഊയെന്ന് സിദ്ദിഖ് ഒരു സിനിമയിൽ പറയുന്ന പോലെയാണ്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ആ ഒരു കാര്യമൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ ആണ് നമ്മൾ ഈ വാർത്ത അവിടെ ചെയ്യാനെത്തിയപ്പോൾ അത് ന്യായമായൊരു ആവശ്യമാണ്. കാലാകാലങ്ങളായി അവർക്ക് റോഡില്ല, 3 പതിറ്റാണ്ടോളമായി അവർക്ക് റോഡില്ല. അങ്ങനെ കുട്ടികൾ തന്നെ രംഗത്തെത്തുകയാണ്. അങ്ങനെ കുട്ടികളുടെ വേദന നമ്മൾ കാണുന്നു, അത് MLAയും അതേപോലെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ റോഡ് ടാറിങ് ആരംഭിച്ചിട്ടുണ്ട്. മനസ്സിന് തന്നെ ഒരു നിർവൃതി ഉണ്ടാക്കിയ 2024 കടന്നു പോകുമ്പോൾ ഒരു സന്തോഷത്തോടെ ഈ നിമിഷത്തിലും സന്തോഷമുണ്ട്. ആ കുട്ടികളെ ഓർക്കുമ്പോഴും അതേ ഒരു സന്തോഷം തന്നെ തോന്നുകയാണ്. രാജീവ്, എന്തായാലും 2025 അവർക്ക് പുതിയ അധ്യയന വർഷത്തിൽ നല്ല റോഡിലൂടെ കടന്നു പോകാൻ കഴിയട്ടെ എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ മറ്റു പല നാടുകളിലാണെങ്കിലും കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടണം. ജനപ്രതിനിധികൾ ആ രീതിയിൽ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.